നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടും കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. പ്രിയ സഹോദരേ, നമ്മൾ ഈ ലോകത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവം നമുക്ക് ധാരാളം ഉത്തരവാദിത്തങ്ങൾ നൽകുന്നുണ്ട്. അതിൽ എങ്ങനെയാണ് നമ്മൾ വിനിയോഗിക്കുന്നത്? അത് നമുക്ക് വിശ്വസ്തയോടു കൂടി ചെയ്യുവാൻ സാധിക്കുന്നുണ്ടോ? പ്രതിബദ്ധതയോടു കൂടി ചെയ്യുവാൻ സാധിക്കുന്നുണ്ടോ? ഇതെല്ലാം അന്വേഷിക്കുന്ന സമയമാണ് യേശുവിൻ്റെ രണ്ടാമത്തെ ആഗമനം. യേശുവിൻ്റെ രണ്ടാമത്തെ ആഗമനത്തിൽ ഇത് അന്വേഷിക്കും. അപ്പോൾ നമ്മൾ എന്ത് കാര്യങ്ങളാണ് ദൈവത്തിൻ്റെ മുന്നിൽ വയ്ക്കുവാനുള്ളത്? നമുക്ക് നല്ല കാര്യങ്ങൾ, നല്ല മനോഭാവത്തിലൂടെ ഇതെല്ലാം ചെയ്തു തീർക്കുവാൻ സാധിച്ചുവെങ്കിൽ നല്ല ഒരു ഫലം നമുക്ക് ലഭിക്കും, സ്വർഗരാജ്യത്തിന് അവകാശമായി വഹിക്കുകയും ചെയ്യും. അല്ലെങ്കിൽ തീർച്ചയായിട്ടും രക്ഷയ്ക്ക് വിധേയമാകും. അത് വന്നു ചേരാതിരിക്കാൻ വേണ്ടി, സ്വർഗത്തിന് സൗഭാഗ്യം അനുഭവിക്കാൻ വേണ്ടി നമുക്ക് ശ്രമിക്കാം. നമ്മുടെ ഓരോരുത്തരുടെ ഹൃദയങ്ങളെ നമുക്ക് പരിശോധിക്കാം. നമ്മൾ ചെയ്തു പോയിട്ടുള്ള എല്ലാ തെറ്റുകളും ദൈവത്തോട് ഏറ്റു പറഞ്ഞുകൊണ്ട് പ്രത്യേകതയോടെ നമുക്ക് വിലയിരുത്തുകയും ചെയ്യാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും
ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് പാപങ്ങൾ പുറത്ത് നമ്മളെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ.
നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങയുടെ ഭക്തിയിൽ എപ്പോഴും ആനന്ദിക്കുവാൻ അനുഗ്രഹിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നാൽ നിലനിൽക്കുന്നതും സമ്പൂർണവുമായ ആനന്ദം സകല നന്മകളുടെയും ഉടയവന് നിരന്തരം അങ്ങ് ശുശ്രൂഷ ചെയ്യുന്നതിലാണല്ലോ. അങ്ങയുടെ പരിശുദ്ധാത്മയുള്ള ഐക്യത്തിൽ എന്നേരമായി ജീവിച്ചെൻ്റെ കർത്താവും അങ്ങയുടെ പുത്രനുമായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടണമേ. ആമേൻ. സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ നിന്ന്: ഉത്തമയായ ഭാര്യയെ കണ്ടുപിടിക്കാൻ ആർക്കു കഴിയും? അവൾ രത്നങ്ങളെക്കാൾ അമൂല്യയത്രേ. ഭർത്താവിൻ്റെ ഹൃദയം അവളിൽ വിശ്വാസം അർപ്പിക്കുന്നു, അവൻ്റെ നേട്ടങ്ങൾ വർദ്ധിക്കുകയും ചെയ്യുന്നു. അവൾ ആജീവനാന്തം ഭർത്താവിന് നന്മയല്ലാതെ ഉപദ്രവം ചെയ്യുന്നില്ല. അവൾ രോമവും ചണവും ശേഖരിച്ച് ചുറുചുറുക്കോടെ നെയ്തെടുക്കുന്നു. അവൾ ദണ്ടും തക്ലിയും ഉപയോഗിച്ച് നൂൽ നൂൽക്കുന്നു. അവൾ ദരിദ്രർക്ക് ദാനം ചെയ്യുകയും പാവങ്ങളെ സഹായിക്കുകയും ചെയ്യുന്നു. സൗകുമാര്യം വഞ്ചന നിറഞ്ഞതും സൗന്ദര്യം വ്യർത്ഥവുമാണ്. എന്നാൽ ദൈവഭക്തിയുള്ള സ്ത്രീ പ്രശംസ അർഹിക്കുന്നു. അവളുടെ അധ്വാനത്തെ വിലമതിക്കുവിൻ. അവളുടെ പ്രവൃത്തികൾ നഗര കവാടത്തിൽ അവൾക്ക് പ്രശംസയായിരിക്കട്ടെ. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. കർത്താവിനെ ഭയപ്പെടുന്നവൻ ഭാഗ്യവാൻ. കർത്താവിനെ ഭയപ്പെടുന്നവൻ കർത്താവിനെ ഭയപ്പെടുന്നവൻ ഭാഗ്യവാൻ. ഭാഗ്യവാൻ. കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ വഴികളിൽ നടക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ. നിന്റെ അധ്വാന ഫലം നീ അനുഭവിക്കും. നീ സന്തുഷ്ടനായിരിക്കും. നിനക്ക് നന്മ വരും. കർത്താവിനെ ഭയപ്പെടുന്നവൻ കർത്താവിനെ ഭയപ്പെടുന്നവൻ ഭാഗ്യവാൻ. ഭാഗ്യവാൻ. നിന്റെ ഭാര്യ ഭവനത്തിൽ ഫലസമൃദ്ധമായ മുന്തിരി പോലെയായിരിക്കും. നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെയും. കർത്താവിനെ ഭയപ്പെടുന്നവൻ കർത്താവിനെ ഭയപ്പെടുന്നവൻ ഭാഗ്യവാൻ. ഭാഗ്യവാൻ. കർത്താവിൻ്റെ ഭക്തൻ ഇപ്രകാരം അനുഗ്രഹീതനാകും. കർത്താവ് സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കട്ടെ. നിന്റെ ആയുഷ്കാലം അത്രയും നീ ജെറുസലേമിൻ്റെ ഐശ്വര്യം കാണും. കർത്താവിനെ ഭയപ്പെടുന്നവൻ കർത്താവിനെ ഭയപ്പെടുന്നവൻ ഭാഗ്യവാൻ. ഭാഗ്യവാൻ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ തെസലോനിയക്കാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ നിന്ന്: സഹോദരരെ, സമയത്തെയും കാലങ്ങളെയും സംബന്ധിച്ച് നിങ്ങൾക്ക് ഞാൻ എഴുതേണ്ടതില്ല. കാരണം രാത്രിയിൽ കള്ളൻ എന്ന പോലെ കർത്താവിൻ്റെ ദിനം വരുമെന്ന് നിങ്ങൾക്ക് നന്നായി അറിയാം. സമാധാനവും ഭദ്രതയുമെന്ന് അവർ പറഞ്ഞുകൊണ്ടിരിക്കെ തന്നെ ഗർഭിണിക്ക് പ്രസവവേദനയുണ്ടാകുന്നത് പോലെ പെട്ടെന്ന് നാശം അവരുടെ മേൽ നിപതിക്കും. അതിൽ നിന്ന് അവർ രക്ഷപ്പെടുകയില്ല. എന്നാൽ സഹോദരരെ, ആ ദിവസം കള്ളൻ എന്ന പോലെ നിങ്ങളെ അപ്രതീക്ഷിതമായി പിടികൂടാൻ ഇടയാകത്തക്ക വിധം നിങ്ങൾ അന്ത്യകാലത്തിലല്ല കഴിയുന്നത്. നിങ്ങളെല്ലാവരും പ്രകാശത്തിൻ്റെയും പകലിൻ്റെയും പുത്രന്മാരാണ്. നമ്മിൽ ആരും തന്നെ രാത്രിയുടെയോ അന്ധകാരത്തിൻ്റെയോ മക്കളല്ല. അതിനാൽ മറ്റുള്ളവരെ പോലെ ഉറങ്ങിക്കഴിയാതെ നമുക്ക് ഉണർന്ന് സുബോധമുള്ളവരായിരിക്കാം. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. കർത്താവ് അരുളി ചെയ്യുന്നു:
നിങ്ങൾ എന്നിൽ വസിക്കുവിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. ആര് എന്നിൽ വസിക്കുന്നുവോ അവൻ ഏറെ ഫലം പുറപ്പെടുവിക്കുന്നു. കർത്താവിനോടും കൂടെ അങ്ങേ ആത്മാവോടും കൂടെ. മത്തായി എഴുതിയ സുവിശേഷം. കർത്താവെ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു ശിഷ്യന്മാരോട് ഒരു ഉപദേശം അരുളി ചെയ്തു. ഒരുവൻ യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് ഭൃത്യന്മാരെ വിളിച്ച് തൻ്റെ സമ്പത്ത് അവരെ ഭരമേൽപ്പിക്കുന്നത് പോലെയാണ് സ്വർഗരാജ്യം. അവൻ ഓരോരുത്തരുടെയും കഴിവനുസരിച്ച് ഒരുവൻ 5 മറ്റൊരു 2 വേറൊരു 1 താലന്തും കൊടുത്തതിന് ശേഷം യാത്ര പുറപ്പെട്ടു. 5 താലന്ത് ലഭിച്ചവൻ ഉടനെ പോയി വ്യാപാരം ചെയ്ത് 5 കൂടി സമ്പാദിച്ചു. 2 താലന്ത് കിട്ടിയവനും 2 കൂടി നേടി. 1 താലന്ത് ലഭിച്ചവൻ പോയി നിലം കുഴിച്ച് യജമാൻ്റെ പണം മറച്ചു വെച്ചു. ഏറെക്കാലത്തിന് ശേഷം ആ ഭൃത്യന്മാരുടെ യജമാനൻ വന്ന് അവരുമായി കണക്ക് തീർത്തു. 5 താലന്ത് കിട്ടിയവൻ വന്ന് 5 കൂടി സമർപ്പിച്ച് പറഞ്ഞു, യജമാനെ, നീ എനിക്ക് 5 താലന്താണല്ലോ നൽകിയത്, 5 കൂടി ഞാൻ സമ്പാദിച്ചിരിക്കുന്നു. യജമാനൻ പറഞ്ഞു, കൊള്ളാം, നല്ലവനും വിശ്വസ്തനുമായ ഭൃത്യാ, അല്പം കാര്യങ്ങളിൽ നീ വിശ്വസ്തനായിരുന്നുകൊണ്ട് അനേകം കാര്യങ്ങൾ നിന്നെ ഞാൻ ഭരമേൽപ്പിക്കും. നിൻ്റെ യജമാൻ്റെ സന്തോഷത്തിൽ പ്രവേശിക്കുക. 2 താലന്ത് കിട്ടിയവനും വന്ന് പറഞ്ഞു, യജമാനെ, നീ എനിക്ക് 2 താലന്താണല്ലോ നൽകിയത്, ഇതാ ഞാൻ 2 കൂടി സമ്പാദിച്ചു. യജമാനൻ പറഞ്ഞു, കൊള്ളാം, നല്ലവനും വിശ്വസ്തനുമായ ഭൃത്യാ, അല്പകാര്യങ്ങളിൽ നീ വിശ്വസ്തനായിരുന്നുകൊണ്ട് അനേകം കാര്യങ്ങൾ നിന്നെ ഞാൻ ഭരമേൽപ്പിക്കും. നിൻ്റെ യജമാൻ്റെ സന്തോഷത്തിൽ നീ പ്രവേശിക്കുക. 1 താലന്ത് കിട്ടിയവൻ വന്ന് പറഞ്ഞു, യജമാനെ, നീ വിതയ്ക്കാത്തിരുന്ന് നിന്ന് കൊയ്യുകയും വിതറാത്തിരുന്ന് നിന്ന് ശേഖരിക്കുകയും ചെയ്യുന്ന കഠിന ഹൃദയനാണ് എന്ന് ഞാൻ മനസ്സിലാക്കി. അതുകൊണ്ട് ഞാൻ ഭയപ്പെട്ട് നിൻ്റെ താലന്ത് മണ്ണിൽ മറച്ചു വെച്ചു. ഇതാ നിൻ്റെ താലന്ത്. യജമാൻ പറഞ്ഞു, ദുഷ്ടനും മടിയനുമായ ഭൃത്യയാണ്. ഞാൻ വിതയ്ക്കാത്തിൽ നിന്ന് കൊയ്യുന്നവനും വിതറാത്തിൽ നിന്ന് ശേഖരിക്കുന്നവനും ആണെന്ന് നീ മനസ്സിലാക്കിയല്ലോ. എൻ്റെ നാണയം നീ പണവ്യാപാരികളുടെ പക്കൽ നിക്ഷേപിക്കേണ്ടതായിരുന്നു. ഞാൻ വന്ന് എൻ്റെ പണം പലിശ സഹിതം വാങ്ങുമായിരുന്നു. ആ താലന്ത് അവനിൽ നിന്നെടുത്ത് 10 താലന്തിലുള്ളവന് കൊടുക്കുക. ഉള്ളവന് നൽകപ്പെടും, അവന് സമൃദ്ധിമായി ഉണ്ടാകും. ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളതുപോലും എടുക്കപ്പെടും. പ്രചോദനമില്ലാത്ത ഭൃത്യനെ പുറത്ത് അന്ധകാരത്തിലേക്ക് തള്ളിക്കളയുക. അവിടെ വിലാപവും പല്ലുകടിയുമായിരിക്കുക. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. പ്രിയമുള്ളവരെ, ഇന്ത്യയിലെ ഏറ്റവും വലിയ രത്നക്കനിയാണ് ഗോൽഗാണ്ട. അതിൻ്റെ പിന്നിൽ ഒരു കഥയുണ്ട്. അലി ഖോദ് എന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. അയാൾ കൃഷിക്കാരനായിരുന്നു. അയാൾക്ക് കുറേയേറെ ഭൂമിയൊക്കെ ഉണ്ടായിരുന്നു. അയാളൊരു ദിവസം ഒരു സന്യാസിയെ കണ്ടുമുട്ടി. ആ സന്യാസി രത്നശേഖരത്തെക്കുറിച്ചുള്ള കഥ പറഞ്ഞു. ആ മനുഷ്യനതിൽ ആകർഷനായിക്കൊണ്ട് എങ്ങനെയും രത്നങ്ങൾ നേടുക, അതായിരുന്നു അയാളുടെ ആഗ്രഹം. രാവും പകലും ഉറക്കവും ഇല്ലാതെ അദ്ദേഹം അതിനെ ചിന്തിച്ചു. അതിനുവേണ്ടി തൻ്റെ ഭൂമി മുഴുവൻ വിറ്റു. ആ പണവുമായിട്ട് രത്നങ്ങൾ അന്വേഷിച്ച് നടന്നു. അവസാനം ഒന്നും കിട്ടായിക വരികയാൽ പണവും തീർന്ന് അവസാന മനുഷ്യൻ സ്വയം തൻ്റെ ജീവൻ ബലി കൊടുത്തു. ഏറെക്കാലത്തിന് ശേഷം ആ മനുഷ്യൻ വിറ്റ പറമ്പ്, അത് വാങ്ങിയ മനുഷ്യൻ കൃഷി ആവശ്യത്തിന് വേണ്ടി കിളച്ചു കൊണ്ടിരിക്കുമ്പോൾ എന്തോ തിളങ്ങുന്ന ഒരു വസ്തു കണ്ടു. ആ വസ്തു രത്നവ്യാപാരിയുടെ അടുക്കൽ ചെന്നു അത് രത്നമാണ് എന്ന് മനസ്സിലായി. കൂടുതൽ കുഴിച്ചപ്പോൾ കൂമ്പാരങ്ങളായിട്ട് കിടക്കുന്ന രത്നങ്ങൾ. പ്രിയമുള്ളവരെ, യേശു തന്നെയാണ് പറയുന്നത്,
നമ്മൾ ഈ സ്വന്തം ഒളിഞ്ഞു കിടക്കുന്ന കാര്യങ്ങൾ നമ്മൾ കാണാതെ മറ്റുള്ളവർ അന്വേഷിച്ച് നമ്മൾ പോകുന്നു. അതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും ഏൽപ്പിച്ച കാര്യങ്ങൾ പൂർണ്ണമായിട്ട് നിർവഹിക്കാതെ വരുന്നു. അങ്ങനെയുള്ളവർക്ക് എന്ത് ശിക്ഷയാണ് ലഭിക്കുന്നതെന്ന് ഈ താലന്തുകളുടെ ഉപമയിലൂടെ യേശുനാഥൻ പറയുകയാണ്. ഒരു മനുഷ്യൻ വിദേശത്തേക്ക് പോകുന്ന മുമ്പ് ഒരുവൻ 5 മറ്റൊരു 2 വേറൊരു 1 താലന്തും നൽകി. അത് കൊണ്ട് അവർ വ്യാപാരം ചെയ്ത് 5 താലന്തുള്ളവൻ 5 കൂടി സമ്പാദിച്ചു, 2 കിട്ടിയവൻ 2 കൂടി സമ്പാദിച്ചു, 1 കിട്ടിയവനാകട്ടെ അത് മറച്ചു വെച്ചു. ഈ ഉപമയിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് യേശുവിൻ്റെ 2ാമത്തെ ആഗമനമാണ്. യേശു ഈ ലോകത്തിലേക്ക് കടന്നു വന്ന് നമ്മളെയെല്ലാം കുറേ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചിട്ട് തൻ്റെ പിതാവിൻ്റെ പക്കലേക്ക് പോയിരിക്കുകയാണ്. ആ പിതാവിൻ്റെ പക്കൽ നിന്ന് തിരിച്ചു വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മളെ ഏൽപ്പിച്ചതിനായിട്ടുള്ള കണക്ക് ചോദിക്കും. നമുക്ക് തന്നിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ എങ്ങനെയാണ് നമ്മൾ വിനിയോഗിച്ചത്, അതെന്തുമാത്രം നമ്മൾക്കത് വിജയിക്കുവാൻ സാധിച്ചു, അതെന്തുമാത്രം നമുക്ക് അഭിവൃദ്ധി ഉണ്ടാകുവാൻ സാധിച്ചു നമ്മുടെ ജീവിതത്തിൽ. ഇതെല്ലാം ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിന് നമ്മൾ മറുപടി പറഞ്ഞേ പറ്റൂ. ഇല്ല എങ്കിൽ, ഒന്നും ചെയ്യുന്നില്ല എങ്കിൽ ആ മനുഷ്യനെ പോലെ, കുഴിച്ചിട്ട മനുഷ്യനെ പോലെ, താലന്ത് കുഴിച്ചിട്ട മനുഷ്യനെ പോലെ നമുക്കൊന്നും പറയുവാൻ സാധിക്കില്ല. അവിടെ ശിക്ഷയായിരിക്കും നമുക്ക് ലഭിക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ താലന്ത് പറയുമ്പോൾ അത് വെറും പണം മാത്രമല്ല. കുറേ നാണയങ്ങളാകാം, അല്ലെങ്കിൽ വെള്ളിക്കട്ടികളോ അല്ലെങ്കിൽ സ്വർണ്ണക്കട്ടികളോ പോലെ ആകാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഉത്തരവാദിത്വങ്ങളാകാം, അല്ലെങ്കിൽ നമ്മുടെ മനസ്സാകാം, ശക്തിയാകാം, അല്ലെങ്കിൽ ബുദ്ധിയാകാം, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രസ്ഥാനത്തിൻ്റെ കാര്യസ്ഥനാകാം. എന്നിങ്ങനെയുള്ള പല കഴിവുകളാണ് നമുക്ക് ഉള്ളത്. ആ ഏൽപ്പിച്ചിരിക്കുന്ന ഓരോന്നും നമ്മൾ കണ്ടുപിടിച്ച് അതിൻ്റേതായിട്ടുള്ള ആ അവസ്ഥകൾ നിന്നുകൊണ്ട് നമ്മളത് എങ്ങനെ വർദ്ധിപ്പിക്കുവാൻ സാധിക്കും, അതാണ് നമ്മുടെ ഏറ്റവും ഫലം നമുക്ക് നൽകുന്നത്. പക്ഷേ ഈ താലന്തുകൾ നമുക്ക് നൽകിയിട്ട് ദൈവം ഇന്നത് ചെയ്യൂ എന്ന് പറയുന്നില്ല. നമുക്ക് സ്വതന്ത്രമായിട്ട് ചെയ്യുവാനുള്ള അവകാശം നമുക്ക് നൽകുന്നുണ്ട്. നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ തീർച്ചയായിട്ടും ദൈവം നമുക്ക് നൽകുന്നത് പല കഴിവുകളാണ്. ചിലപ്പോൾ ചിലർക്ക് പല വിധത്തിലുള്ള കഴിവ് നൽകുന്നു. പക്ഷെ അത് എന്തുമാത്രമാണ് എന്ന് പറയുന്നില്ല. പലർക്കും പല വ്യത്യസ്തമായിട്ടുള്ള കഴിവുകളാണ് നൽകുന്നത്, വ്യത്യസ്തമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളാണ് നൽകുന്നത്. എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കുന്നില്ല. ഓരോ മനുഷ്യൻ്റെയും അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ടാണ് അവിടെ ദൈവം പ്രവർത്തിക്കുന്നത്. നമുക്ക് എന്തുമാത്രം ചെയ്യുവാൻ സാധിക്കുന്ന ദൈവത്തിനറിയാം. അതനുസരിച്ചായിരിക്കും ദൈവം നമുക്ക് നൽകുന്ന ഓരോ കഴിവുകളും ഓരോ കാര്യങ്ങളും ഉത്തരവാദിത്തങ്ങളും. അത് മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ ഓരോരുത്തരും പ്രവർത്തിക്കേണ്ടത്. അത് മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുമ്പോൾ മാത്രമേ നമുക്ക് അതിൻ്റേതായിട്ടുള്ള പൂർണ്ണതയിലെത്തുവാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ കുഴിച്ചിട്ട താലന്തുകാരൻ്റെ അവസ്ഥയായിരിക്കും. ആ മനുഷ്യന് എല്ലാവരെയും പോലെ അവസരങ്ങൾ കിട്ടി, പക്ഷെ ആ അവസരം ഉപയോഗിച്ചില്ല. അവൻ മടിയനായിരുന്നു, അത് കുഴിച്ചിട്ടു. അതുകൊണ്ട് അതവിടെ തന്നെ നിന്ന് യജമാനൻ വന്നപ്പോൾ യജമാനെ എതിരെ വിമർശിക്കുകയാണ് ചെയ്യുന്നത്, പ്രതിഷേധിക്കുകയാണ് ചെയ്യുന്നത്. കാരണം അവൻ്റെ അവസ്ഥയ്ക്കനുസരിച്ചാണ് ആ യജമാനൻ നൽകിയെങ്കിലും ഈ യജമാൻ അവൻ മനസ്സിലാക്കിയിരുന്ന കർക്കശനാണ്, വിതയ്ക്കാത്തിൽ നിന്ന് കൊയ്യുന്നവനാണ്, പതിരുമാറ്റത്തിൽ നിന്ന് ശേഖരിക്കുന്നവനാണെന്നുള്ള കാര്യങ്ങൾ പറഞ്ഞ് ആ മനുഷ്യനെ വിമർശിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ആ മനുഷ്യനെ എത്തിച്ചേർന്ന്. അതുകൊണ്ടാണ് അവന് ഒന്നും ചെയ്യാൻ സാധിക്കാത്തത്. നമ്മൾ ഈ കടന്നു വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്കും കിട്ടിയിരിക്കുന്ന ആ വിശ്വാസവും പുണ്യങ്ങൾ, കഴിവുകൾ, ഉത്തരവാദിത്വങ്ങൾ എല്ലാം ശരിയായിട്ട് നമ്മൾ നിർവഹിക്കുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അത് നിർവഹിച്ചാൽ മാത്രമേ നമുക്ക് അതിൽ വളരുവാനായിട്ട് ആത്മീയപരമായിട്ടും അതേസമയം തന്നെ ഭൗതികമായിട്ടും വളരുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന ഓരോ കഴിവുകളും നമ്മളിൽ തന്നെ ഒളിഞ്ഞു കിടക്കുകയാണ്.
അത് നമ്മൾ കണ്ടുപിടിക്കണം. ആ കഥയിലെ മനുഷ്യന് തൻ്റെ സ്വന്തം സ്ഥലത്ത് കിടന്ന ആ രത്നങ്ങൾ കണ്ടുപിടിക്കുവാൻ സാധിച്ചില്ല. അവൻ ആ സ്ഥലമെല്ലാം വിറ്റിട്ട് രത്നങ്ങൾ തേടി മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് പോവുകയാണ് ചെയ്തത്. അവസാനം അവൻ്റെ ജീവൻ തന്നെ ബലിയായിട്ട് കൊടുക്കേണ്ടി വന്നു. ഇതുപോലുള്ള അവസ്ഥയായിരിക്കും നമ്മളിൽ ഒളിഞ്ഞു കിടക്കുന്ന കാര്യങ്ങൾ, കഴിവുകൾ കണ്ടുപിടിക്കാതെ, നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാതെ, കിട്ടുന്ന അവസരങ്ങൾ മനസ്സിലാക്കാതെ, നന്മ ചെയ്യാനുള്ള അവസരങ്ങൾ മനസ്സിലാക്കാതെ നമ്മൾ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ആ മണ്ണിൽ കുഴിച്ചിട്ട ആനന്ദവൻ്റെ അവസ്ഥയായിരിക്കും. അതുകൊണ്ട് ആ അവസ്ഥ വന്ന് ചേരാതിരിക്കുവാനും യേശുവിൻ്റെ രണ്ടാമത്തെ ആഗമനത്തിൽ നമ്മൾ എങ്ങനെയാണോ എവിടെയാണോ നമ്മുടെ പ്രതീക്ഷ, നമുക്ക് തീർച്ചയായിട്ടും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കണമെന്നുള്ള ബോധ്യത്തിലൂടെ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന കാര്യങ്ങൾ, അവസ്ഥകൾ ശരിക്കും ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ അതിന് അവകാശികളായിട്ട് മാറും. ഇല്ലെങ്കിൽ ശിക്ഷയ്ക്ക് വിധിക്കപ്പെടും. അതുകൊണ്ട് ആ ശിക്ഷയ്ക്ക് വിധിക്കപ്പെടാതിരിക്കുവാനും അതിലേക്ക് വന്ന് ചേരാതിരിക്കാനുള്ള അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഒരുക്കുക. അതിനുള്ള അനുഗ്രഹത്തിനായിട്ട് നമുക്ക് ഈ ദൈവത്തോടായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. സ്വർഗത്തിന്റെയും ഭൂമിയുടെയും ദൃശ്യവും അദൃശ്യവുമായ എല്ലാറ്റിന്റെയും സൃഷ്ടാവും സർവശക്തനുമായ പിതാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏക കർത്താവും ജാതനായ ഏകദൈവപുത്രനും എല്ലാ യുഗങ്ങൾക്കും മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനുമായ യേശുക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൽ നിന്നുള്ള ദൈവവും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനെങ്കിലും സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവുമായി സത്യയിൽ ഏകനുമായ അവിടുന്ന് വഴി സകലവും സൃഷ്ടിക്കപ്പെട്ട് മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി തീർന്ന് പോന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ട് വിശുദ്ധ ലിഖിതങ്ങൾ അനുസരിച്ച് മൂന്നാം ദിവസം ഉയർക്കുകയും സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും പിതാവിന്റെ വലതുഭാഗത്തിരിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ അവിടുന്ന് മഹത്വത്തോടെ വീണ്ടും വരും. അവിടുത്തെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയുമില്ല. കർത്താവും ജീവദാതാവും പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രനോടൊപ്പം ആരാധിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകന്മാർ വഴി സംസാരിച്ചവനുമായ പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പസ്തലികവുമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപങ്ങളുടെ മോചനത്തിനായുള്ള ഏകജ്ഞാനസ്നാനം ഞാൻ ഏറ്റുപറയുകയും മരിച്ചവരുടെ ഉയർപ്പും വരാനിരിക്കുന്ന യുഗത്തിലെ ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. പ്രിയ സഹോദരരെ, എല്ലാ മനുഷ്യൻ രക്ഷപ്പെടണമെന്നും സത്യത്തിൻ്റെ അറിവിലേക്ക് വരണമെന്നും ആഗ്രഹിക്കുന്ന സർവശക്തനായ പിതാവായ ദൈവത്തിങ്കിലേക്ക് പൂർണ്ണ ഹൃദയത്തോടെ നമ്മുടെ പ്രാർത്ഥനകളെല്ലാം നമുക്ക് സമർപ്പിക്കാം. സ്നേഹപിതാവായ ദൈവമേ, വിശുദ്ധീകരണത്തിലേക്ക് ആഗോള കത്തോലിക്ക സഭയെ നയിച്ചുകൊണ്ടിരിക്കുന്ന പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പയെയും ഞങ്ങളുടെ രൂപതാധ്യക്ഷനെയും മറ്റെല്ലാ മെത്രാന്മാരെയും വൈദികരെയും പ്രത്യേകിച്ച് ഞങ്ങളുടെ വികാരിയച്ഛനെയും അങ്ങേ പരിശുദ്ധാത്മാഭിഷേകത്താൽ നിറയ്ക്കണമേ. കാലത്തിൻ്റെ വിളികളെ ധീരതയോടെ നേരിട്ടുകൊണ്ട് ദൈവജനത്തിന് സാക്ഷിയായി ജീവിക്കുവാൻ ഇവരെ അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നല്ലവനും വിശ്വസ്തനുമായ ഭൃത്യ, അല്പകാര്യങ്ങളിൽ നീ വിശ്വസ്തനായിരുന്നതിനാൽ അനേക കാര്യങ്ങൾ നിന്നെ ഞാൻ ഭരമേൽപ്പിക്കും എന്ന തിരുവചനത്തിൻ്റെ അഭിഷേകത്തിലേക്ക് ഞങ്ങളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി സ്ഥാപിച്ച കൂദാശകളിലൂടെ ആത്മീയ താലന്തുകൾ വളർത്തിയെടുത്ത് വിശ്വസ്തയോടെ അവ അങ്ങയെ ഭരമേൽപ്പിച്ച് ഈ ലോകജീവിതം പൂർത്തിയാക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സർവചരാചരങ്ങളെയും പരിപാലിക്കുന്ന ദൈവമേ, അങ്ങയുടെ രാജ്യം പ്രഘോഷിക്കുവാൻ പ്രതികൂല സാഹചര്യങ്ങളിലും ദൈവജനത്തിനു വേണ്ടി ശുശ്രൂഷ ചെയ്യുന്ന എല്ലാ മിഷണറിമാരെയും വിശ്വാസത്തെ പ്രതി പീഡിപ്പിക്കപ്പെട്ടവരെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. ജീവിതാവസാനം വരെ വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട്
അങ്ങയുടെ സ്നേഹചൈതന്യം പകർന്നു നൽകുവാൻ അവരെ അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സമാധാന പാലകനായ ദൈവമേ, അങ്ങയുടെ ശാശ്വത സമാധാനത്തിൻ്റെ അരൂപിയിലേക്ക് എല്ലാ ലോകരാഷ്ട്രങ്ങളെയും അവയുടെ ഭരണാധികാരികളെയും സമർപ്പിക്കുന്നു. യുദ്ധങ്ങളിൽ നിന്നും ഭീകരവാദത്തിൽ നിന്നും മാരകവ്യാധികളിൽ നിന്നും ലോകത്തെ രക്ഷിക്കണമെന്നും സമാധാനത്തിൻ്റെ അരൂപിയെ സമൃദ്ധമായി വർഷിച്ചുകൊണ്ട് അങ്ങയുടെ അനശ്വര രാജ്യത്തിൻ്റെ മുൻ ആസ്വാദനത്തിന് വഴിയൊരുക്കണമെന്നും അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കാരുണ്യവാനായ ദൈവമേ, ശുദ്ധീകരണ സ്ഥലത്തിലായിരിക്കുന്നവരുടെ പാപകടങ്ങൾ പുറത്ത് അങ്ങേ തിരുമുഖ ദർശനത്തിന് യോഗ്യരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ ആവശ്യങ്ങൾക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ അഭയവും ശക്തിയുമായ ദൈവമേ, അങ്ങേ സഭയുടെ ഭക്തി നിർഭരമായി പ്രാർത്ഥനകൾ ശ്രവിക്കണമേ. എന്നാൽ കാണ്യത്തിൻ്റെ ഉടയവൻ അങ്ങ് തന്നെയാണല്ലോ. ഞങ്ങൾ വിശ്വാസപൂർവ്വം യാചിക്കുന്നത് ഫലപ്രദമായി ഞങ്ങൾക്ക് സംപ്രാപിക്കുവാൻ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടുള്ളണമേ. ആമേൻ. സഹോദരേ, എൻ്റെ നിങ്ങളുടെയും ബലി സർവശക്തിന് പിതാമ ദൈവത്തിന് സ്വീകാര്യമാവാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാവട്ടെ. ദൈവമേ, അങ്ങേ മഹിപ്രഭാവത്തിന് മുന്നിൽ സമർപ്പിക്കുന്ന ഈ കാഴ്ച ദൈവങ്ങൾ ഭക്തിയാദരത്തിൻ്റെ കൃപ ഞങ്ങൾക്ക് നേടിത്തരികയും നിത്യാനന്ദത്തിൻ്റെ ഫലം ഞങ്ങൾക്ക് കരഗതമാകുകയും ചെയ്യുമാറാവട്ടെ. ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടണമേ. കർത്താവ് നിങ്ങളും കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവീൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവ് ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവും അത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനുമായ ദൈവമേ, എങ്ങും ഇപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞതർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. അളവില്ലാത്ത മഹത്വം അങ്ങേടത് മാത്രം ആണെന്ന് ഞങ്ങൾ അറിയുന്നു. അങ്ങനെ അങ്ങേ ദൈവികതയാൽ മർത്യരായവരങ്ങ് സഹായിച്ചു. മാത്രമല്ല, ഞങ്ങളുടെ മർത്യതയ്ക്ക് തന്നെ പ്രതിവിധി നൽകുകയും അങ്ങ് നാശത്തെ നിവധിച്ച എല്ലാവരെയും ഏതു വഴിയാണോ അവർ വീണുപോയത് അതേ വഴി നമ്മുടെ കർത്താവായ ക്രിസ്തുവിലൂടെ രക്ഷിക്കുകയും ചെയ്തു. അവിടുന്ന് വഴി മാലാഖമാരുടെ സൈന്യം അങ്ങേ മഹിമയെ ആരാധിക്കുകയും അങ്ങേ മുമ്പിൽ എന്നെന്നും ആനന്ദം കൊള്ളുകയും ചെയ്യുന്നു. അവരുടെ അടുത്ത് ഞങ്ങളുടെ എളിയ സ്വരവും ചേരുവാൻ അനുവദിക്കണം എന്നപേക്ഷിച്ചുകൊണ്ട് ആഹ്ലാദഭരിതരായി ഒന്ന് ചേർന്ന് ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ.
കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടെ നെറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാലെ പീഡ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞതയൊക്കെ ആശിപ്പിച്ചുകൊണ്ട് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർ കൊടുത്തുകൊണ്ട് അരുൾ ചെയ്ത്, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുകയും, എന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം തന്നെ താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് എറിഞ്ഞവർക്ക് ആശിപ്പിച്ചുകൊണ്ട് തൻ്റെ ശിഷ്യന്മാർ കൊടുത്തുകൊണ്ട് അരുൾ ചെയ്ത്, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുകയും, എന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചിന്തപ്പെടുവാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്ന ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യും. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവെ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവെ, അവിടുത്തെ മരണ ഉയർപ്പും ഓർത്തുകൊണ്ടും അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിന് അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറയുന്നു. ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുകയും ചെയ്യുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരാൻ ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് മാർപ്പാപ്പയോടും ഞങ്ങളുടെ ഇരുപതധ്യക്ഷൻ ജോസഫ് മെത്രാനോടും വൈദികണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയുടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാര്യത്തിൽ മരണപ്പെടുന്ന സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണം എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദേവമാതാവായ പരിശുദ്ധ മറിയത്തോടും ആ കനിയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട പിതാവിനോടും അനുഗ്രഹ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങൾ ഇങ്ങനെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങളങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിനോട് കൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവും അങ്ങേക്ക് പരിശുദ്ധാത്മാവുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. ആമേൻ. രക്ഷാകരമായ കൽപ്പനയാൽ ഉത്ബോധരായും ദിവ്യോത്സരൂപതരെയും നിർഭയ നമുക്ക് ഏറ്റുപാടാം. സ്വർഗ്ഗത്തിൽ വാഴും ഞങ്ങൾ തൻ താതാ, നിൻ നാമം പൂജിതമായിടേണം. വരണം നിൻ രാജ്യം സ്വർഗ്ഗത്തിലെ പോൽ നിന്നുള്ളം പാരിലും ആയിടേണം. അന്നു വേണ്ടുന്നോരാഹാരമെന്നും ഞങ്ങൾക്കു നൽകുമാറായിടേണം. അന്യർതൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ തൻ ദ്രോഹവും നീ ക്ഷമിക്ക. പാപപരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു നീ കാത്തിടേണം. കർത്താവേ,
എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളെ സമാധാനം കനിവാർ നൽകണമേ. അനുഗ്രഹപൂർണ്ണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനം പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്തെ ശക്തി പ്രാപിച്ച് ഞങ്ങളെ ഇപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ യുഗത്തിൽ നിന്നും സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിനക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിനക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങ് അപ്പോസ്തലൻ അരുൾ ചെയ്ത കർത്താവ് യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തീർക്കാൻ പാർത്ത് അങ്ങേ തിരുവുള്ളം അനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യം നൽകുവാൻ കഴിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഞങ്ങളുടെ ഈ പ്രാർത്ഥന കേട്ടണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുക. ഇത് ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇത് ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. ദിവ്യ കുഞ്ഞാടിൻ്റെ വിരുന്നിനെ ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീത. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യനല്ല. അങ്ങൊരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ശരീരം തിരക്കുമാറാകട്ടെ.
കഴിഞ്ഞ ഞായറാഴ്ച സ്രോസ്തർക്കാഴ്ച 3320 രൂപ. അടുത്ത ഞായറാഴ്ച ക്രിസ്തുരാജിൻ്റെ തിരുനാളാണ്. നമ്മുടെ ഇടവകയിൽപ്പെട്ട കട്ടികാട് ലില്ലി ജോസഫ് ഇന്നലെ നിര്യാതയായിട്ടുണ്ട്. സംസ്കാരം ഇന്ന് രാവിലെ 11 മണിക്ക്. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, എളിമയോടെ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ദിവ്യക്രിസ്തുവിന്റെ ദാനങ്ങൾ ഞങ്ങൾ സ്വീകരിച്ചുവല്ലോ. അങ്ങനെ അങ്ങേ പുത്രൻ തൻ്റെ ഓർമ്മയ്ക്കായി അനുഷ്ഠിക്കുവാൻ ഞങ്ങളോട് കൽപ്പിച്ചവ ഞങ്ങളുടെ സ്നേഹത്തിൻ്റെ വർധനന് ഉപകരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവ് ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടളണമേ. കർത്താവ് നിങ്ങളോടും കൂടെ. സർവശക്തനായ ദൈവവും പിതാവും പുത്രനും പരിശുദ്ധാത്മാവും അനുഗ്രഹിക്കുമാറാകട്ടെ. പോകുവിൻ, ദൈവപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.